ശരീരം മാത്രമല്ല, ശാരീരികമായ ചിന്തകൾ മാത്രമല്ല, കുറെ കൂടി ഈ ശരീരത്തിലിരിക്കവേ തന്നെ വൈജ്ഞാനികമായ ഒരു മേഖലയിലേക്ക് നമുക്കൊന്ന് പറക്കാനുണ്ട്, ഒന്ന് ഉയരാനുണ്ട് എന്ന് ഗുരു ഊന്നി ഊന്നി പറയുകയുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മലയാള അധ്യാപകരുടെ മുന്നിലിരുന്ന വാക്കുകൾ പറയുമ്പോൾ ഒത്തിരി പേടിയാണ്. നമ്മൾക്ക് സംസ്കൃതത്തിൽ വേദാന്തത്തിൽ അധികം വാക്കുകളൊന്നും വേണ്ട. ഒരു രജ്ജുസർപ്പൊക്കെ ഉണ്ടെങ്കിൽ കഥ കഴിഞ്ഞു. കയറുന്ന പാമ്പൊക്കെ, പാമ്പിന് കയറൊക്കെ നമ്മളുടെ പഠനത്തിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഗുരുദേവ ദർശനത്തിന് കാലഘട്ടത്തിന് അനുഗുണമാകുന്നത് ഗുരുവിൻ്റെ ഈ ഒരു വിജ്ഞാന സരണി തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഭക്തി ദർശനത്തെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോഴും നാരായണ ഗുരുവിൻ്റെ ഭക്തി ഏത് പ്രകാരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു വാക്കുകളിലൂടെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവ കൃതികളാണ്. 60 വരുന്ന ഗുരുദേവ കൃതികൾ. അവിടെ ഗുരു ഒരു മാനവരാശിക്ക് എന്തൊക്കെ പറഞ്ഞു തരാമോ അതൊക്കെ ആ കൃതികളിലൂടെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരു എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും നല്ല ഉത്തരം ഗുരുവിൻ്റെ കൃതികൾ എന്ന് തന്നെയാണ്. ഗുരുവിൻ്റെ ശരീരം ഇന്ന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉയർത്തിക്കാട്ടേണ്ടത് ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളിലേക്കാണ്. അവിടെയാണ് ഗുരുവിന് പറയാനുള്ള ജാതിയെയും ഗുരുവിന് പറയാനുള്ള മതത്തെയും ഗുരുവിന് പറയാനുള്ള ദൈവസങ്കല്പത്തെയും ഗുരുവിന് പറയാനുള്ള സൗന്ദര്യ ദർശനത്തെയും ഗുരുവിന് പറയാനുള്ള വിദ്യാഭ്യാസ ദർശനത്തെയും ഭക്തി ദർശനത്തെയും ഒക്കെ പറഞ്ഞു വെച്ചത്. അപ്പൊ നമുക്ക് തോന്നും ഭക്തി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ഒരു വയ്യാവേലിക്കെട്ടിന്റെ ഒരു ഭക്തിയല്ല ഗുരുകൃതികളിൽ കാണുന്ന ഒരു ഭക്തി. ഗുരു ഒന്നിനെയും അന്ധമായി സ്വീകരിക്കുകയോ അന്ധമായി അനുകരിക്കുകയോ